അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഒരു ഫുൾ സപ്പോർട്ട് ഇവിടെ സാറിന് കിട്ടിയിരുന്നു. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള വിദ്യാഭ്യാസത്തിനും. പക്ഷേ സാർ വിദ്യാഭ്യാസവും ജോലിയും ഒരുപോലെ കൊണ്ടുപോയി. കാരണം എന്തെന്ന് വെച്ചാൽ അന്നത് ആവശ്യമായിരുന്നു. കാരണം നമുക്ക് അത് കഴിയും. കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ വന്നതല്ലായിരുന്നു, നമ്മളാ ഒരു എയർഫോഴ്സിന്റെ ഷോക്കിന് വേണ്ടി. പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ 3 വർഷത്തെ ബോണ്ടും കൊടുക്കുകയും ചെയ്തു. സാറിനെ ബ്ലോക്ക് ചെയ്താണ്. യഥാർത്ഥത്തിൽ ആ ബോണ്ട് എന്ന് പറയുന്നത് ശരിയായിരുന്നു. പക്ഷെ ആ ബോണ്ട് ഫെയിൽ ആയാൽ ജയിലിൽ പോകുന്നൊക്കെ പറഞ്ഞ് വെറുതെ ആയിരുന്നു. അത് നമ്മൾ പേടിച്ചു പോയി. ചേട്ടൻ ഞാൻ കാരണം പോയെങ്കിലും എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം. പുള്ളി എന്നെ ഇവിടെ നിർത്തുകയും ഇങ്ങനെ ഞാനത് ജോലിക്ക് പോവുകയും അതുകൂടാതെ പഠിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി പ്രോഗ്രസ് ചെയ്തു വന്നു. ഞങ്ങളുടെ ഇവിടെ ഗുജറാത്തിലെ ഒരു ഗുജറാത്ത് ട്രാക്ടർ കോർപ്പറേഷൻ, ഇറ്റ്സ് എ പബ്ലിക് സെക്ടർ. ആ പബ്ലിക് സെക്ടറായിരുന്നു നമ്മുടെ ജോലി. യെസ്, ട്രാക്ടർ സെക്ടർ. അതെ, ട്രാക്ടർ ഓട്ടോമൊബൈലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ അത് പ്രൈവറ്റ് കമ്പനിയായിരുന്നു. ആ പ്രൈവറ്റ് കമ്പനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടേക്ക് ഓവർ ചെയ്ത് പബ്ലിക് സെക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ആ യൂണിറ്റിനെ ഗുജറാത്തിന് ഹാൻഡ് ഓവർ ചെയ്തു. കുറേ കാലമൊക്കെ ജോലി ചെയ്ത് വന്നതിന് ശേഷം എത്ര വർഷം അതിൽ ജോലി ചെയ്തു? അതിൽ എത്ര വർഷം ജോലി ചെയ്തു? ഞാൻ അതിനകത്ത് ജോലി ചെയ്തു ഏകദേശം 15 കൊല്ലം. അങ്ങനെ ആ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു സിക്ക് യൂണിറ്റായിട്ട് മാറാനുള്ള സന്ദർഭങ്ങളുണ്ടായി. കാരണം ആ ഒരു ഇതിലേക്ക് വന്നു മനസ്സിലാക്കാൻ ഗവൺമെൻറ് ഒരു പബ്ലിക് സെക്ടർ സിക്ക് യൂണിറ്റിലോട്ട് പോവുകയാണ്. അപ്പം ലക്കിലി ഓർ അൺലക്കിലി ഞാൻ അവിടുത്തെ ആ കമ്പനിയുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടെ ആയിരുന്നു. യൂണിയൻ പ്രവർത്തനത്തിൽ വളരെ സക്രിയമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. യൂണിയൻ്റെ വളരെ സജീവ സാന്നിധ്യമായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടും നിങ്ങളുടെ മഹാരാഷ്ട്രയിലെ ഡോക്ടർ ദത്താ സാമന്ത്, ഗുലാബ് ജോഷി ഇവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡ് യൂണിയനിൽ. അപ്പം അങ്ങനെ ആ രീതിയിൽ കൂടെ എനിക്ക് വളരെ പ്രോഗ്രസ്സിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ആ ലൈൻ കറപ്റ്റഡ് ആണ്, എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ട്രേഡ് യൂണിയൻ. ഞാൻ എൻ്റെ പ്രത്യേകമായ കമ്പനിയിൽ അവിടെ നടക്കുന്ന അന്യായങ്ങൾക്കെതിരായിട്ട്, കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് വേണ്ടി എനിക്ക് ഒരു ബിസിനസ്സായിട്ട് ഉദ്ദേശമില്ലായിരുന്നു ട്രേഡ് യൂണിയനിസം. എനിവേ ATUസിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് വരെ എന്നെ എലക്ട് ചെയ്തു. ഞാനത് റിഫ്യൂസ് ചെയ്തു. ഗുജറാത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട്. യെസ് സാർ. അങ്ങനെ പല കമ്പനിയുടെ ഞാൻ പ്രസിഡൻ്റ് ആയിരുന്നു, ചിലത് ഇന്നുകൊണ്ട്. അപ്പോൾ ഒരു 2-in-1 ആണ് ഇപ്പോൾ ഞാൻ. മാനേജ്മെൻറ്റ് കം യൂണിയനാണ്. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. അതായത് ഇവിടെ എൻ്റെ സാറിൻ്റെ അതെ, എനിക്ക് 2 മക്കളാണ്. മൂത്തത് പെൺകുട്ടിയാണ്, രണ്ടാമത് ആൺകുട്ടിയാണ്. മൂത്താളുടെ പേര് എന്നൊക്കെ പറഞ്ഞ് 2 പേരെ കല്യാണം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞു, ചെറു കുട്ടികളായി. മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 പേരും ദുബൈയിലായിരുന്നു സെറ്റിൽ. അവർക്ക് നല്ല ബിസിനസ് ഉണ്ട് അവിടെ. അപ്പം മോളും മോളുടെ ഹസ്ബൻഡും മകനും അവിടെയായിരുന്നു. ഇപ്പം കമ്പനിയൊക്കെ ഇത്ര ഡെവലപ്പ് ആയപ്പോൾ എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടി, പ്രായപരിധി കൂടി വരുമ്പോൾ സപ്പോർട്ടൊക്കെ വേണമല്ലോ, അതിനുവേണ്ടി അയാളെ ഇങ്ങോട്ട് വിളിച്ചു. ഇപ്പം കണ്ടത് പുള്ളി അവിടെ ഇരുന്നേ. അപ്പം അയാൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അത് മകനാണ്. മകളോട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പം മറുനാട്ടിൽ വേണ്ട, ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാനുണ്ട്. കാരണം എൻ്റെ കയ്യിലിപ്പം സത്യം പറഞ്ഞാൽ 3 കൊല്ലത്തെ ഓർഡർ പെൻഡിങ്ങിലുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇന്ന് മാർക്കറ്റിൽ ഓർഡർ കിട്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ പേരെ ചീത്തയാകുക. അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ വിളിച്ചിരിക്കുകയാണ്, ഇനി നിങ്ങളിത് ഏറ്റെടുക്കുക. എനിക്ക് എൻ്റെ പബ്ലിക് പ്രവർത്തനങ്ങൾ ഞാൻ ഈ ചെയ്തുകൊണ്ട് വന്ന കാര്യങ്ങൾ എനിക്കതും കൂടെ കുറേ ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ലോവർക്ക് വേണ്ടി ചെയ്ത് പുതിയ ഇൻഡസ്ട്രി ഞാൻ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി മുഴുവൻ ചെയ്യും. പക്ഷെ ഇതിന്ന് മാനേജ് ചെയ്യണം. ഇന്ന് ഇതിനെ ഒരു വെൽ സെറ്റപ്പിൽ കൊണ്ട് എത്തിച്ചു. അപ്പം ഞാൻ അത് ഓടിക്കാൻ എൻ്റെ ഉത്തരവാദിത്തം വേണം. അല്ല എൻ്റെ അത്ര ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ പോകാൻ കഴിയുള്ളൂ. സോ എനിക്ക് മെൻറ്റാലിറ്റി ഉണ്ട്. ആ മെൻറ്റാലിറ്റി വെച്ചിട്ട് എനിക്ക് ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാനുള്ള ആൾ വേണം. വളരെ സാറിൻ്റെ ജീവിതത്തിൽ ഉടനീളം വളരെ ഹെൽപ്പ് ചെയ്തത് സാറിൻ്റെ ഫാമിലിയാണ്. കാരണം തിരക്കേറിയ ഈ സമയത്തും കുട്ടികളുടെ കാര്യം നോക്കാനും കുട്ടികളെ ഓരോ കാര്യത്തിനും അതിനെ സാറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഫുൾ സപ്പോർട്ട് ഫാമിലി. സപ്പോർട്ട് എൻ്റെ മിസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു മീ.
എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ്. അതായത് പുള്ളി തന്നെ പറയാണ്ട് എന്നെ ഒരു കവചമായിട്ടാണ് വെച്ചിരിക്കുന്നത്, കവർ ചെയ്യുന്നത്. കാരണം ശത്രുക്കൾ ഉണ്ടാകാറുണ്ട്, ജലസി ഉണ്ടാകാറുണ്ട്, തല കുനിക്കാത്തതുകൊണ്ടുള്ള ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. അത് പല രീതിയിലുണ്ട്. വളർച്ചയ്ക്ക് എപ്പോഴും പിന്നിൽ ശത്രുക്കളുണ്ടാവും, അസൂയക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ഓരോ പ്രസ്ഥാനങ്ങളിലും അവരെപ്പോഴും ഭക്തിപരമായിട്ട് ഏത് കാര്യത്തിലും അല്ലെങ്കിൽ ഏത് നടത്തിപ്പിനും ഞാനുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. നല്ല കാര്യങ്ങൾ ഒക്കെ സംസാരിക്കാറുണ്ട്. ചെയ്യരുതെന്ന് പറയാറുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടി ടോട്ടൽ ഒരു പ്രൊട്ടക്ഷൻ വൈഫിന്റെ ഭാഗത്ത് എൻ്റെ ഒരു ഗൈഡായിട്ടാണ് മുന്നോട്ട് അങ്ങനെ പോകുന്നു. ഇപ്പം ഈ പിള്ളേരെയൊക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ട് കുറച്ച് പുള്ളി തന്നെ പറയാറുണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. കാരണം ചെറുപ്പം മുതലേ കാണുന്ന ലിമിറ്റില്ലാതെ ഓട്ടം. എൻ്റെ കമ്പനിയിൽ ഇന്ന് നല്ലൊരു പേരുണ്ട്, നിങ്ങൾ കേരളത്തിലോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ മാർക്കറ്റിങ്ങിൽ ഞാൻ ഒറ്റ വ്യക്തിയുള്ളൂ, വേറെ ആരുമില്ല. ഓൾ ഓവർ ഇന്ത്യയിൽ എൻ്റെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ ആം സിംഗിൾ മാർക്കറ്റിംഗ് ഈസ് ഹാൻഡ്ലിംഗ് ബൈ മൈസെൽഫ് ഓൺലി. ഒറ്റ സ്റ്റാഫ് പോലും ഇല്ല. അപ്പോൾ ഇന്ത്യയിലെ ഓരോ കോർണറിലെത്തുന്ന ഞാനാണ്. അപ്പോൾ അത്രയും മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മാർക്കറ്റിംഗ് രംഗത്ത് ഇത്രയും വലിയൊരു കമ്പനിയെ, ഇത്രയും ബ്രാഞ്ചസിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ പോകുന്നു. മിറക്കിൾ. ഇതൊരു അത്ഭുതമാണ്. കാരണം ഇത്രയും ഒരു ഇതായിട്ട്, കാരണം ഓടി നടക്കുന്ന ഒരാൾക്ക് സാർ ഇന്നും ഒരു ടെൻഷനും ഇല്ലാതെ മുഖത്ത് വളരെ സന്തോഷം കാണുന്നു. ഇതിന്റെ രഹസ്യം എന്താണ് സാർ? മുഖത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് സംതൃപ്തി ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ടെൻഷൻ ഇല്ല. അല്ല, അവനവന്റെ സംതൃപ്തിയാണല്ലോ മുഖത്ത് കാണുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉള്ളത് ഒറ്റ ഒരെണ്ണമുണ്ട്, എൻ്റെ ഓർഡർ ഒത്തിരി ഉണ്ട്, ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആൾക്കാർ ഞാൻ കൊടുത്ത വാക്കിനെ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള തയ്യാറെടുപ്പെടുക്കുന്നു. സമയത്ത് കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ പണി എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, ചെയ്ത് കൊടുത്ത് തീർക്കാൻ സാധിക്കുന്നില്ല. ഇവിടുന്ന് ബൈ റോഡിൽ ഒറീസ, ബംഗാൾ, ബീഹാറിലും ബൈ റോഡ് പോയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഏകദേശം ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് ടെലിഫോണിൽ കൂടെ ബുക്കിംഗ് വരുന്നുണ്ട്, ഇല്ല കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓരോ കസ്റ്റമേഴ്സിനെയും ഞാൻ ട്രീറ്റ് ചെയ്യാറുണ്ട്. അവർ പോയാൽ 10 കസ്റ്റമർ വരെ വരും. ആ രീതിയിൽ ട്രീറ്റ് ചെയ്യും, ഞാൻ റെസ്പെക്ട് ചെയ്യും. ആ രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുന്നത് കമ്പനിയെ പറ്റിയല്ല, ഡീൽ ചെയ്യാൻ പറ്റിയ വ്യക്തിയാണെന്നേ പറയാറുള്ളൂ. കേരളത്തിൽ പോയാലും അങ്ങനെ പറയുള്ളൂ. നായർ സാർ ഡീൽ ചെയ്യാൻ പറ്റിയ വ്യക്തിയാട്ടോ.